أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم. وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب فغفرنا له ذلك وإن له عندنا لزلفى وحسن مآب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 38-ാം അധ്യായമായ സൂറത്തു സ്വാദിലെ 17-ാമത്തെ ആയത്ത് മുതൽ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത പ്രത്യേകമായ മുഅ്ജിസത്തുകളും അമാനുഷികതകളും ഒരുപാട് കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 21-ാമത്തെ ആയത്ത് മുതൽ ചില ആളുകൾ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന മിഹ്റാബിലേക്ക് കടന്നു വരികയും അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് പെട്ടെന്ന് പ്രാർത്ഥനാ മുറികളിൽ അനുവാദമില്ലാതെ ചുമര് കയറി മറ്റാർക്കും പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമായിട്ട് പോലും പെട്ടെന്ന് കടന്ന് അതിക്രമിച്ചു വന്നത് അദ്ദേഹത്തിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി എന്നും ആ സമയത്ത് അവർ ലാ തഖഫ്, നീ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ തമ്മിൽ ചില പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത് ന്യായപ്രകാരം നീ വിധിച്ചു തരണം, ഞങ്ങൾക്കിടയിൽ നീതികേടൊരിക്കലും കാണിക്കരുത്, നേരായ വിധിയായിരിക്കണം നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് ആ വന്ന ആളുകൾ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്നും. എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം? 23-ാമത്തെ ആയത്തിൽ അവർ പറയുന്നുണ്ട്, ഇന്ന ഹാദാ അഖീ ലഹു 99 നഅജതൻ വലിയ നഅജതൻ വാഹിദ. ഇത് എൻ്റെ സഹോദരനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്കാണെങ്കിൽ ഒരു പിടയാട് മാത്രമാണുള്ളത്. എന്നിട്ടും ഈ 99 ഉള്ള അവനും ഒന്നുള്ള എന്നോട് പറയുന്നത് ആ ഒന്നുകൂടെ അവർക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. മാത്രമല്ല സംസാര വൈഭവത്തിൽ അവർ എന്നെ തോൽപ്പിച്ച് വെല്ലുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം, ഒരു പഞ്ചായത്ത് അങ്ങ് പറയണം എന്നാണ് ഈ ആളുകൾ വന്നുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്. വളരെ വ്യക്തമായി ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇന്നലെയും മിനിഞ്ഞാതുമൊക്കെ നടന്ന ക്ലാസുകളിൽ അത് വിശദീകരിക്കുകയുണ്ടായി. 24-ാമത്തെ ആയത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്താണത്? قال لقد ظلمك بسؤال نعجتك إلى نعاجه. قال ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ലഖദ് തീർച്ചയായും ളലമക നിന്നോട് അക്രമം ചെയ്തിട്ടുണ്ട്. ലഖദ് ളലമക തീർച്ചയായും നിന്നോട് അക്രമം ചെയ്തിട്ടുണ്ട്. എന്താണ് അക്രമം? ബിസുആലി, സുആൽ ചോദ്യം, സുആൽ ചോദ്യം, ബിസുആൽ ചോദിക്കൽ കൊണ്ട്, ചോദിച്ചത് കൊണ്ട്. എന്തിനെ? നഅജതിക, നഅജത്ത് പിടയാട്, നിന്റെ പിടയാടിനെ കൂടി അവൻ നിന്നോട് ചോദിച്ചു എന്ന കാരണത്താൽ തീർച്ചയായും നിന്നോട് അക്രമം ചെയ്തിട്ടുണ്ട്. ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക് നിന്റെ ആ ഒരു
ആ 99ലേക്ക് നിന്റെ ഒരു ആടിനെ കൂടെ വേണം എന്ന് നിന്റെ സഹോദരൻ, നിന്റെ കൂട്ടുകാരൻ നിന്നോട് പറഞ്ഞത് അത് തീർച്ചയായും നിന്നോടുള്ള അക്രമം തന്നെയാണ് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അവരുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുകയാണ്, വിധി പ്രഖ്യാപിക്കുകയാണ്. അത് വലിയ അക്രമമാണ് അവൻ ചെയ്തത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമൂഹികമായിരിക്കുന്ന ചുറ്റുപാടുകളിൽ മൊത്തത്തിൽ മനുഷ്യരുടെ ഇടയിലുണ്ടാകുന്ന ഒരു കാര്യമാണ് തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, وَإِنَّ كَثِيرًا مِنَ الْخُلَطَاءِ لَيَبْغِي بَعْضُهُمْ عَلَى بَعْضٍ وَإِنَّ كَثِيرًا ധാരാളം ആളുകൾ മിനൽ ഖുലത്വാ കൂട്ടുകാരിൽപ്പെട്ട, സുഹൃത്തുക്കളിൽപ്പെട്ട, അല്ലെങ്കിൽ ഒന്നിച്ച് കച്ചവടം ചെയ്യുന്ന കൂട്ടുകച്ചവടക്കാർ, ഇങ്ങനെ ധാരാളം ആളുകൾ അവരെന്ത് ചെയ്യുന്നു? മിനൽ ഖുലത്വാ കൂട്ടുകാരിൽപ്പെട്ട, ലയബ്ഗി തീർച്ചയായും അവർ അക്രമം ചെയ്യാറുണ്ട്, ബഅ്ളുഹും അവരിൽ ചിലർ, ലയബ്ഗി ബഅ്ളുഹും അവരിൽ ചിലർ അക്രമം ചെയ്യാറുണ്ട്, അലാ ബഅ്ളിൻ ചിലരുടെ മേൽ. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, അഥവാ 99 ഉള്ളവനും അവന്റെയും ആഗ്രഹം മറ്റവൻ പാവാണ്, അവന്റെ കയ്യിൽ ആകെ ഒന്നേ ഉള്ളൂ, ഒരാടേ ഉള്ളൂ, എന്നിട്ട് കൂടെ അതിങ്ങോട്ട് മീണ്ടാൻ, അതിങ്ങോട്ട് പിടിച്ചു വാങ്ങാൻ അവന്റെ സാമർഥ്യങ്ങളിലൂടെ അവൻ ഫക്കീറാണ്, ആ ഫക്കീറിനെ ഒന്നുകൂടെ താഴത്തേക്ക് കൊണ്ടുവരുവാനും അവന് പിടിച്ചു വാങ്ങുവാനുമുള്ള ശ്രമം നടത്തിയത് അത് അക്രമം തന്നെയാണ്. ഇങ്ങനെ ജനങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള അക്രമം ചെയ്യാറുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്കൊക്കെ അനുഭവത്തിൽ ധാരാളം ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടുകാരിൽ, നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെ ഇത് കാണാവുന്നതാണ്. അതിരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി എങ്ങനെയെങ്കിലും ഒരു കുറച്ചെങ്കിലും മണ്ണ് തന്റേതാക്കി മാറ്റാൻ, തനിക്കൊരുപാട് ഏക്കർ കണക്കിന് തോട്ടങ്ങൾ ഉണ്ടെങ്കിൽ മറ്റവന്റെ 5 സെന്റ് ആണെങ്കിൽ പോലും അതെങ്ങനെയെങ്കിലും ഒന്നും കെട്ടാക്കാൻ, അതുപോലെ വലിയ വലിയ കച്ചവടക്കാർ ചെറിയ ചെറിയ കച്ചവടക്കാരുമായി കൂറുകൂടി അവനെ ഇല്ലാതെയാക്കാൻ, അവൻ്റെത് മുഴുവനും അടിച്ചു മാറ്റുന്ന ധാരാളം ആളുകളുണ്ടെന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിശ്ചയമായും സഹോദരങ്ങളിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട, കൂട്ടുകച്ചവടക്കാരിൽപ്പെട്ട, അയൽപക്കത്തുള്ള ആളുകൾ, അവർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നാൽ ഈ സ്വഭാവം ഉണ്ടാവുകയില്ല. ആർക്ക്? മറ്റുള്ളവനെ തകർക്കണം, അവനെ ഇല്ലാതെയാക്കണം, അവൻ്റെത് മുഴുവനും എന്റെ പേരിലാക്കണം എന്ന ഈ ചിന്ത, അവനെ തകർക്കണം എന്ന ഈ മോഹം ഉണ്ടാവുകയില്ല. 2 വിശേഷണം ഉണ്ടായാൽ, ഏതാണ് ആ 2 വിശേഷണം? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ ഒഴികെ, റഹ്മാനായ റബ്ബിനെ കൊണ്ട് പരലോകം കൊണ്ട് മരിക്കണമെന്ന ബോധം, നാളെ ഖബറിൽ പോയി കിടക്കണമെന്ന ബോധം, നാളെ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നാളെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന കൃത്യമായ വിശ്വാസമുള്ള ആളുകൾക്ക് മറ്റവനെ ചതിക്കാൻ കഴിയില്ല. മറ്റുള്ളവൻ്റെത് ഇങ്ങോട്ട് വാക്കുകളിലൂടെ, തർക്കങ്ങളിലൂടെ, വാക്സാമർത്ഥ്യങ്ങളിലൂടെ തന്റെ അധികാരവും തന്റെ തറവാടും തന്റെ സംഘടനകളും എല്ലാം ഉപയോഗപ്പെടുത്തി അവൻ്റെത് തന്റെ കൈക്കലാക്കാനുള്ള ശ്രമം നടത്തുകയില്ല. ആര്? ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ അത് ചെയ്യുകയില്ല. വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും, സൽക്കർമ്മം ചെയ്യുന്ന, അല്ലാഹു പഠിപ്പിച്ച സ്വാലിഹുൽ അഅ്മാലുകൾ അത് ചെയ്യുന്ന ആളുകൾ. ഹറാം എന്റെ സമ്പത്തിലേക്ക് വരാൻ പാടില്ല. എന്റെ കർമ്മങ്ങളിൽ, ഞാൻ എന്റെ കുടുംബത്തിനെ പോറ്റുന്ന അന്നത്തിൽ, ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ, ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ, എന്റെ സ്വത്തുക്കളിലൊന്നും അന്യർക്ക് ഇഷ്ടമില്ലാത്തത് വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന സ്വാലിഹുൽ അഅ്മാലുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഒഴികെ അവരൊരിക്കലും മറ്റുള്ളവനെ ചതിക്കില്ല, മറ്റുള്ളവനെ പറ്റിച്ചുകൊണ്ട് തന്റേതാക്കണം എന്ന് ചിന്തിക്കുകയില്ല. പക്ഷെ അല്ലാഹു പറയുന്നു വഖലീലും മാ, വല്ലാത്ത ഒരു പോയിന്റാണ്. അല്ലാഹു പറയുന്നു വഖലീലും മാ, പക്ഷെ വളരെ വളരെ കുറവാണ്, ഹും അവർ, അത്തരം ആളുകൾ. ഇങ്ങനെ സമ്പത്ത് കാണുമ്പോ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന കുടുംബമാണോ, കൂട്ടുകാരാണോ, അയൽപക്കത്തുള്ളവരാണോ, എനിക്ക് എപ്പോഴും വേണ്ടപ്പെട്ടവരാണോ എന്നൊന്നും ചിന്തിക്കാതെ തനിക്കൊരു 10 രൂപ കിട്ടുമെങ്കിൽ ആരെയും പറ്റിക്കാൻ, ആരെയും ചതിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ ആണ് വർദ്ധിച്ചു വരുന്നത്. പക്ഷേ ഈ വിഷയത്തിലൊക്കെ വിശ്വാസമുള്ളവരാകണം, സ്വാലിഹുൽ അഅ്മാലുകൾ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകണം. അവർക്കിത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ വഖലീലും മാ, അത്തരം ആളുകൾ വളരെ കുറവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. റമദാൻ മാസത്തിൽ 27 രാവുകളിൽ ആരെങ്കിലും ഉണ്ടാക്കുന്ന തൗബ മജ്ലിസുകളിലേക്ക് മാറ്റിവെക്കേണ്ടതല്ല എന്ന് അല്ലാഹു തആല ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. വല്ല തെറ്റുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയെങ്കിൽ ഉടനെ അല്ലാഹുവേ ഞാൻ അറിയാതെ ചെയ്തു പോയതാ, അല്ലാഹുവേ എന്റെ തെറ്റുകൾ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്, എന്റെ തെറ്റുകളൊക്കെ എനിക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ റബ്ബേ എന്ന് റഹ്മാനായ റബ്ബിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുനീരുയൊലിപ്പിച്ച് ഹൃദയം പൊട്ടി പ്രിയപ്പെട്ടവരെ അല്ലാഹുവിങ്കിലേക്ക് ഖേദിച്ച് മടങ്ങണേ, ഇസ്തിഗ്ഫാർ ചെയ്യണേ എന്ന മഹനീയമായ ഒരു പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തിലൂടെ
വിശ്വാസികളായിരുന്ന എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് കടം വാങ്ങി അത് കൊടുക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അയൽപക്കത്തുള്ളവരുടെ അതിരുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവരുമായി പിണങ്ങി നിൽക്കേണ്ടവരല്ല. എത്രയും പെട്ടെന്ന് നന്നാകുവാനും അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുവാനും അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുവാനും പശ്ചാത്തപിച്ചു മടങ്ങുവാനും സാധിക്കണം എന്ന മഹനീയമായ പാഠം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ തുടർന്ന് അല്ലാഹു തആല പറയുന്നത് ദാവൂദ് അന്നമാ ഫതന്നാഹു ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഅൻ വഅനാബ്. വവന്ന വിചാരിച്ചു, ചിന്തിച്ചു. ആര്? ദാവൂദ് നബി അലൈഹിസ്സലാം വിചാരിച്ചു. അന്നമാ ഫതന്ന, തീർച്ചയായും ഫതന്നാഹു, നാം പരീക്ഷിച്ചതാണ്, അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് എന്ന് അദ്ദേഹം വിചാരിച്ചു. കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് ഒരു നിലക്കും കയറി വരാൻ സാധ്യതയില്ലാത്ത സമയത്ത് രണ്ടാളുകൾ അതിക്രമിച്ചു വരിക. അതിനുവേണ്ടി പലരും അവരോട് പറഞ്ഞു. ഈ ഒരു ചർച്ച വളരെ നിസാരമായ ഒരു കാര്യമാണ്. ആർക്ക് കേട്ടാലും ആ സഹോദരന്റെ ഭാഗത്താണ് ന്യായം, ആ ഒരു പിടിയാടിനെ കൂടെ മറ്റവന് കൊടുക്കണമെന്ന് പറഞ്ഞവന്റെ അടുത്താണ് ന്യായം എന്ന് മനസ്സിലാക്കാവുന്ന ചെറിയ ഒരു പ്രശ്നം. ആ പ്രശ്നം ഇദ്ദേഹത്തിന്റെ അരികിലെത്തുന്നു. അതും ന്യായമായ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടല്ല, അതിക്രമത്തിലൂടെയാണ് ഈ ആളുകൾ വന്നത്. ഇതൊക്കെ നാം അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം ധരിച്ചു, ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പൊറുക്കലിനെ തേടി. റബ്ബഹു, തന്റെ രക്ഷിതാവിനോട് അദ്ദേഹം പൊറുക്കലിനെ തേടി. ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടി. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണേ, എന്റെ പാപങ്ങളെ നീ പുറത്തു തരണേ എന്ന ഇസ്തിഗ്ഫാർ ചെയ്തു. ആരോടാകണം പൊറുക്കലിനെ തേടുന്നത്? റബ്ബഹു, തന്റെ രക്ഷിതാവിനോടാകണം. നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് പ്രവാചകന്മാർ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗ്ഫാർ ചെയ്തത്. ഫസ്തഗ്ഫറ റബ്ബഹു, തന്റെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു. വഖറ റാകിഅ, റുകൂഅ് ചെയ്തുകൊണ്ട് നിലം പതിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റുകൂഅ് ചെയ്തുകൊണ്ട് അദ്ദേഹം നിലം പതിക്കുകയും ചെയ്തു. വഅനാമ, ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. ആര്? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് വല്ലാത്ത ഒരു പാടുണ്ട്. എന്താ പാടെന്നറിയോ? ദാവൂദ് നബി അലൈഹിസ്സലാം ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആൻ, നമ്മൾ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചെടുത്ത് എന്തെങ്കിലും ഒരു അനീതി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. വളരെ ന്യായമായിട്ടാണ് അദ്ദേഹത്തിന്റെ വിധി പ്രഖ്യാപനം ഉണ്ടായിട്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഇവർ ആക്രമിച്ചു വന്നപ്പോ വല്ല വർത്തമാനങ്ങളിലൂടെയോ മാനസികമായോ വല്ല തെറ്റുകളും ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു ചിന്ത, നിസാരമെന്ന് തോന്നുന്ന വിഷയത്തിന് പോലും പ്രവാചകന്മാർ എന്തു ചെയ്തു? ഫസ്തഗ്ഫറ റബ്ബഹു, ഇതെന്റെ റബ്ബ് എന്നെ പരീക്ഷിച്ചതാണ് എന്ന് ധരിച്ച് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും റുകൂഅ് ചെയ്തുകൊണ്ട് നിലം പതിക്കുകയും റഹ്മാനായ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. ഒരു കാര്യമായി നമുക്കൊന്നും തെറ്റാണെന്ന് തോന്നാത്ത വിഷയങ്ങൾ ചെയ്തിട്ട് പോലും മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവേ പൊറുക്കണേ എന്ന അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി പക്ഷാതപിച്ചു മടങ്ങി. ഇനി എന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള തെറ്റുകൾ പോലും ഉണ്ടാവുകയില്ല എന്ന ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങൾ ഉരുവിട്ടു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് നമുക്കും പാഠമാണ്. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി കുടുംബജീവിതത്തിൽ, സാമ്പത്തികമായ മേഖലകളിൽ, വാക്കുകളിൽ, ഇടപാടുകളിൽ ഒക്കെ തെറ്റുകൾ വരാം. അത് തെറ്റാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ ഉടനെ നമ്മുടെ പക്ഷാതാപവും നമ്മുടെ തൗബയും ഏതെങ്കിലും റമളാൻ മാസത്തിലെ فغفرنا له ذلك وإن له عندنا لزلفى وحسن مآب. فغفرنا, അപ്പോൾ നാം അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ദാലിക, അത്. എന്താണ് അദ്ദേഹം ഇവിടെ ചെയ്ത തെറ്റെന്നോ? ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടില്ല. അവരുമായിട്ടുള്ള ഒരുപക്ഷെ സംഭാഷണങ്ങളിൽ വന്ന ചെറിയ മിസ്റ്റേക്കുകളാകാം. അതല്ലെങ്കിൽ അവരെ കുറിച്ച് എന്താ സമ്മതം കിട്ടാതെ അവരിന്റെ മിഹ്റാബിലേക്ക് വരാം. പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും എന്താണ് അദ്ദേഹം ഇവരോട് ചെയ്ത തെറ്റ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും ചെറിയ എന്തോ ഒരു തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോ ഉടൻ, അത് ചെറുതാണല്ലോ, ഞാൻ അങ്ങനെ വലുതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, ഞാൻ എന്തിനു തൗബ ചെയ്യണം എന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം ഉടനെ തന്നെ പക്ഷാതപിച്ചു മടങ്ങിയപ്പോൾ ഫഗഫർനാ ലഹു ദാലിക, അദ്ദേഹത്തിന് നാം അത് പുറത്തു കൊടുത്തു. ദാവൂദ് നബിക്ക് നാം അത് പുറത്തു കൊടുത്തു. വഇന്ന ലഹു, നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും ഇൻദനാ, നമ്മുടെ അടുക്കൽ. വഇന്ന ലഹു ഇൻദനാ, നിശ്ചയമായും ദാവൂദിന് നമ്മുടെ അടുക്കലുണ്ട്. ലസുൽഫ, വല്ലാത്ത സാമീപ്യമുണ്ട്, അടുപ്പമുണ്ട്. വഹുസ്ന മആബ്, നല്ല മടക്ക സ്ഥാനവും ഉണ്ട്.
തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ നല്ല സാമീപ്യ സ്ഥാനവും നല്ല മടക്ക സ്ഥലവും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഹനീയമായ പാഠം. എന്റെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെറുതാണെങ്കിലും വന്നു പോയാൽ അത് ചെറുതല്ലേ, ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ മരിക്കാനായിട്ടില്ലല്ലോ, റമദാൻ മാസം 27 ആയിട്ടില്ലല്ലോ എന്നൊന്നും കരുതി നിൽക്കേണ്ടവരല്ല. എപ്പോഴാ മരണമെന്നറിയില്ല, എങ്ങനെയാണ് മരണമെന്നറിയില്ല. അതുകൊണ്ട് തെറ്റുകൾ വല്ലതും ജീവിതത്തിൽ വന്നു പോയെങ്കിൽ ഉടനെ പറയാൻ കഴിയണം, അല്ലാഹുവേ എന്റെ തെറ്റുകൾ എനിക്ക് പുറത്തു തരണേ, ഞാൻ തെറ്റ് ചെയ്തു പോയതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിങ്കലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ നമുക്ക് കഴിയണം. അങ്ങനെ മടങ്ങിയാൽ അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തമമായിരിക്കുന്ന സ്ഥാനമുണ്ട്. അവരുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന ഒരു മഹനീയമായ സന്ദേശം ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ചെറുതായിട്ട് പോലും മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പക്ഷാതപിച്ചു മടങ്ങി, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ അടുക്കൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഉന്നതമായ പദവിയുണ്ട്. അദ്ദേഹത്തിന്റെ മടക്കസ്ഥലം ഏറ്റവും നല്ല മടക്കസ്ഥലം അഥവാ സ്വർഗ്ഗം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഉണ്ട് എന്ന സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകി. ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്ത് എന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി